ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ റേറ്റ് എന്താണെന്ന് പഠിച്ചു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റിനകത്ത് കോൺസെൻട്രേഷൻ ഫാക്ടറിനെ കുറിച്ച് വളരെ കൂടുതലായി പഠിച്ചു, കുറെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ വളരെ ഭംഗിയായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ്. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും കൂടും. വളരെ സിമ്പിൾ ആയിട്ട് ആ പോയിന്റ് മനസ്സിലാക്കുക. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും കൂടുമെന്ന് മനസ്സിലാക്കി വെക്കുക. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഡൈനൈട്രജൻ പെന്റോക്സൈഡ്, N2O5. ഡൈനൈട്രജൻ പെന്റോക്സൈഡ്. ഇതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് 12 മിനിറ്റ് ആണ്, 12 മിനിറ്റ് ആണ്. ആ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം അവിടുത്തെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ ഡൈനൈട്രജൻ പെന്റോക്സൈഡിന്റെ ഹാഫ് ലൈഫ് പീരീഡ് 5 അവേഴ്സ് ആണ്, 5 മണിക്കൂറുകളാണ്. അതേസമയം ഈ ഡൈനൈട്രജൻ പെന്റോക്സൈഡിന്റെ ഡീകമ്പോസിഷനിൽ അവിടുത്തെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ ആ ഡൈനൈട്രജൻ പെന്റോക്സൈഡിന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 ഡേയ്സ് ആണ് എന്നാണ് പറയുന്നത്. ഒരു കാര്യമൊക്കെ മനസ്സിലായി കാണും. 0 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിലുള്ള ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ഹാഫായി മാറാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 10 ഡേയ്സ് ആണ്, 10 ദിവസങ്ങളാണ്. അതേസമയം ഇതേ സാധനത്തിന്റെ ഹാഫ് ലൈഫ് പീരീഡ് 25 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? only 5 അവേഴ്സ് ആണ്. 10 ഡേയ്സും 5 അവേഴ്സ് നമ്മുടെ ഡിഫറൻസ് നമുക്കറിയാം. അതേ ഡൈനൈട്രജൻ പെന്റോക്സൈഡിന്റെ ഹാഫ് ലൈഫ് 50 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ് ആണ്, വളരെ ചെറുതാണ്. ഇവിടുന്ന് കാര്യം മനസ്സിലായി, ടെമ്പറേച്ചർ കൂടുന്തോറും കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പോയിന്റ് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്. വളരെ വ്യക്തമായ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ആ പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ വേണം. ജനറലായി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് നിയർലി ഡബിൾഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയി മാറും, നേരെ ഡബിൾ ആയി മാറും. റേറ്റ് എന്തായി മാറും? ഡബിൾ ആയി മാറും എന്നാണ് പറയുന്നത്. അവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ചെയ്യുമ്പോഴും ഇൻക്രീസ്. ഇപ്പോൾ ആ 2 പോയിന്റുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ as the temperature increases rate of reaction also increases. ടെമ്പറേച്ചർ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയും കൂടും. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം ഒരു ജനറലൈസേഷൻ ആണ്. as the temperature increases by 10 degree, ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത ഒരു കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് നിയർലി ഡബിൾഡ്. റേറ്റ് കോൺസ്റ്റന്റ് ഏകദേശം എന്തായി മാറും? ഡബിൾ ആയി മാറും. ദാറ്റ് മീൻസ് റേറ്റ് എന്തായി മാറും? ഡബിൾ ആയി മാറുമെന്ന് ഓർത്തു വെച്ചേക്കുക. ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ ടെമ്പറേച്ചർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പറഞ്ഞ പേരാണ് അറീനിയസ് ഇക്വേഷൻ. ഇത് പറയും അറീനിയസ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. K equal to A into E raised to minus EA by RT ആണ് അറീനിയസ് ഇക്വേഷൻ. ഒരിക്കലും മറന്നു പോകരുത്. അറീനിയസ് ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. K equal to A into E raised to minus EA by RT. K equal to A into E raised to minus EA by RT. ഇവിടെ ഒരു ടേം നമുക്കറിയാം. K എന്തുവാ? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. K എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അറിയാവുന്ന ടേം ആദ്യം പറയാം. E എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് ആക്ടിവേഷൻ എനർജി. എന്താണ്? ആക്ടിവേഷൻ എനർജി ആണ്.
യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതെന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ്? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണെന്ന് ഓർത്തു വെക്കുക. പിന്നെ അറിയാം ടി ടെമ്പറേച്ചർ. ടി എന്താണ്? ടെമ്പറേച്ചർ. ഈ പറയാത്തൊരു ടേം എ ആണ്. എ ഒരു കോൺസ്റ്റന്റ് ആണ്. എക്ക് പറയുന്ന പേര് അറീനിയസ് ഫാക്ടർ. പേര് പറയും എന്താണ്? അറീനിയസ് ഫാക്ടർ എന്നാണ് എക്ക് പറയുന്നത്. എക്ക് പറയുന്ന പേര് എന്താണ്? അറീനിയസ് ഫാക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേര് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ എന്ത് പറയും? പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. അങ്ങനെ പറയാൻ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ് എക്സ്പോണൻഷ്യൽ. ആ എക്സ്പോണൻഷ്യലിന് പുറകിൽ വരുന്നത് കൊണ്ട്, പിന്നിൽ വരുന്നത് കൊണ്ട് അതിൽ പറഞ്ഞ പേര് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. വേറെ മീനിങ് ഒന്നുമില്ല. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. അപ്പൊ വെക്കുക അറീനിയസ് ഇക്വേഷൻ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ ടെമ്പറേച്ചർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്ന് വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. എന്താ അറീനിയസ് ഇക്വേഷൻ? K = A × e raised to minus EA/RT. K is equal to A into e raised to minus EA/RT. ഇവിടെ ഓരോ ടേമുകളും അറിയാം. K എന്താണ്? റെഡ് കോൺസ്റ്റന്റ്. A എന്താണ്? അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ആണ്. അത് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കുക. EA എന്താണ്? ആക്ടിവേഷൻ എനർജി ആണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അതിന്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. T ഫോർ ടെമ്പറേച്ചർ. വളരെ സിമ്പിൾ അല്ലേ? ഒരു ജനറൽ ആയിട്ട് കാര്യം മനസ്സിലാക്കുക. ഈ അറീനിയസ് ഇക്വേഷൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത ആൾ അറീനിയസ് അല്ല. ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. ഈ അറീനിയസ് ഇക്വേഷൻ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആള് വാൻ ഹോഫ് ആണ്. ആരാണ്? വാൻ ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഇക്വേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ആദ്യമായി പ്രപ്പോസ് ആരാണ്? അറീനിയസ് അല്ല. ആരാണ്? വാൻ ഹോഫ് ആണ്. പക്ഷേ ഈ ഇക്വേഷന്റെ കൃത്യമായ ഫിസിക്കൽ ജസ്റ്റിഫിക്കേഷനും ഇന്റർപ്രിട്ടേഷനും ഒക്കെ, അതായത് ഈ ഇക്വേഷനെ വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത ആള് അറീനിയസ് ആയതുകൊണ്ട് ആ ഇക്വേഷൻ എന്ത് പേര് അറിയപ്പെടുന്നു? അറീനിയസ് ഇക്വേഷന്റെ പേര് അറിയപ്പെടുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ അറീനിയസ് ഇക്വേഷന്റെ രണ്ട് സൈഡിലും ലോഗരിതം എടുക്കാൻ പോവുകയാണ്. രണ്ട് സൈഡിലും ലോഗരിതം എടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞേ. നമ്മൾ എടുക്കുന്ന നാച്ചുറൽ ലോഗരിതമാണ് ln k equal to ln a into e raised to minus EA/RT. ലോഗരിതമിക് പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ. ln k equal to, ln means natural logarithm, equal to log a into b എന്ന സാധനം എന്താ? നിങ്ങൾ പഠിച്ച കാര്യമാണ്. log a into b എന്ന് പറയുന്ന സാധനം log a plus log b. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതിക്കൂടെ? log a plus log e raised to minus EA/RT എന്ന് എഴുതാം. log a into b എന്ന ഫോമുള്ള സംഭവം എന്താ? log a plus log b എന്ന് ഓർത്തു വെച്ചിരിക്കുക. That is ln k is equal to ln a plus എന്താ log a raised to b എന്ന് പറഞ്ഞാൽ പഠിച്ച മറ്റൊരു ലോഗരിതമിക് റൂളാ. log a raised to b എന്ന് പറഞ്ഞാൽ b log a. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടുത്തെ b എന്ന് പറയുന്ന സാധനം minus EA/RT അല്ലേ, into ln e. ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയണം. ലോഗരിതം ഓഫ് e എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യലിന്റെ വാല്യൂ 1 ആണ്. അതാണ് 1 ആണ്. അപ്പൊ ഇക്വേഷന്റെ മാറ്റം വരും എന്ന് പറഞ്ഞേ. ln k equal to ln a plus minus EA/RT. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ln k is equal to ln a plus minus EA/RT, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നു. ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിന് ഈക്വൽ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ മാറ്റി എഴുതാം. ln k equal to ln a plus minus EA/R into 1/t. ഇങ്ങനെ പ്രശ്നമുണ്ടോ? EA/RT പ്രശ്നമില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ
സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഇന്റർസെപ്റ്റിന് ഫോമിന് ഈക്വൽ ആയിട്ട് ഇപ്പം തോന്നുന്നില്ലേ? അപ്പൊ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്തൂടെ? അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എക്സ് ആക്സിൽ ആരെ എടുക്കുക? എക്സ് സ്ക്വയർ എന്താ 1/t. എക്സ് ആക്സിൽ എന്തെടുക്കുക? 1/t. y ആക്സിൽ എന്തെടുക്കണം? ln k. ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ. കാരണം ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ അല്ലേ? കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? ഇക്വേഷൻ നോക്കി പറഞ്ഞാൽ മതി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m അല്ലേ? m is equal to കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സ്ലോപ്പ് is equal to -ea/r. എന്തായിരിക്കും y ഇന്റർസെപ്റ്റ്? c ആണ് y ഇന്റർസെപ്റ്റ്. ln k. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ കാര്യം മനസ്സിലാക്കുക. നമുക്കൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫിനകത്തുന്ന സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. dy/dx ആണ് സ്ലോപ്പ്, അല്ലെങ്കിൽ dy/dx, അല്ലെങ്കിൽ tan θ ആണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ സ്ലോപ്പിന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഗ്രാഫിൽ നിന്ന് കിട്ടും. r ന്റെ വാല്യൂ നമുക്കറിയാം, അറിയില്ലേ? 8.314. അങ്ങനെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ആക്ടിവേഷൻ എനർജി സ്ലോപ്പിൽ നിന്ന് മെഷർ ചെയ്യാം. സ്ലോപ്പിൽ നിന്ന്. അതുപോലെ y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ മുതൽ y ആക്സിൽ ടച്ച് ചെയ്ത് വരുന്ന ദൂരമാണ് y ഇന്റർസെപ്റ്റ്. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഒറിജിൻ മുതൽ y ആക്സിൽ ഗ്രാഫ് ടച്ച് ചെയ്യുന്നത് വരെയുള്ള ദൂരമാണ് y ഇന്റർസെപ്റ്റ്. അത് എവിടെ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും? ഗ്രാഫിൽ മെഷർ ചെയ്യാൻ പറ്റില്ലേ? y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു ln a അല്ലേ? y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ കിട്ടും നമുക്ക് ഈക്വൽ ടു ln എഴുതി കൂടെ. അപ്പോൾ a എങ്ങനെ കണ്ടുപിടിക്കാം? ആന്റി ലോഗ് ഓഫ് y ഇന്റർസെപ്റ്റ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y ഇന്റർസെപ്റ്റിൽ നിന്നും അറീനിയസ് ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് രണ്ടുമാണ് ഈ ഗ്രാഫ് വരച്ചതിന്റെ ഉദ്ദേശം. ലോഗരിതം എടുത്ത് ഗ്രാഫ് വരച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, ഗ്രാഫിനകത്തുള്ള സ്ലോപ്പിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. രണ്ട്, y ഇന്റർസെപ്റ്റിനകത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? അറീനിയസ് ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് നോക്കാം. ഈ ഒന്നാമത്തെ ഇക്വേഷൻ കണ്ടല്ലോ, ln k is equal to ln a plus minus ea/rt. ഞാനൊരു കണ്ടീഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. അറ്റ് ടെമ്പറേച്ചർ T1 ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. T1 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ ആകുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ടെമ്പറേച്ചർ മാറുമ്പോൾ ആര് മാറും? നമുക്കറിയാം, റെഡ് കോൺസ്റ്റന്റ് മാറണ്ടേ? റേറ്റ് മാറും. ദാറ്റ് മീൻസ് എന്ത് മാറും? റെഡ് കോൺസ്റ്റന്റ് മാറും. അപ്പോൾ ടെമ്പറേച്ചർ T1 ആകുമ്പോൾ k എന്തായി മാറും? k1 ആയി മാറും. എങ്ങനെ എഴുതാം ഇക്വേഷൻ? ln k1 equal to a ക്ക് മാറ്റം ഉണ്ടാവോ? ഇല്ല, കോൺസ്റ്റന്റ് അല്ലേ? അറീനിയസ് ഫാക്ടർ അല്ലേ? ln k കോൺസ്റ്റന്റുകൾക്കൊന്നും മാറ്റമില്ല. പ്ലസ് ആക്ടിവേഷൻ എനർജി മാറ്റമില്ല. ea/r മാറ്റമുണ്ടോ? ഇല്ല, കോൺസ്റ്റന്റ് അല്ലേ? 1/T1. ഇക്വേഷൻ നമ്പർ 2. കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് നമ്മളൊരു ടെമ്പറേച്ചർ കണ്ടീഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുന്ന ആര് മാത്രമാണ്? റെഡ് കോൺസ്റ്റന്റ് മാത്രമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കാം. അതുപോലെ അടുത്തൊരു ടെമ്പറേച്ചർ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അറ്റ് ടെമ്പറേച്ചർ T2 ടെമ്പറേച്ചർ മാറുമ്പോൾ ആരാ മാറുക? റെഡ് കോൺസ്റ്റന്റ് മാറും. വേറെ ഒന്നും മാറാൻ സാധ്യതയില്ല. കോൺസ്റ്റന്റുകൾക്കൊന്നും മാറ്റമില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ln k2 equal to പറഞ്ഞേ, a ക്ക് മാറ്റമില്ല. ln a plus minus ea/r into 1/T2 ഇക്വേഷൻ നമ്പർ 3. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിച്ചോട്ടെ. ഇനി അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ. മൂന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നാണ് മൈനസ് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷനകത്ത് നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് കിട്ടും? ഒരു ടൈമായിട്ട് മൈനസ് ചെയ്യാം. ln k2 മൈനസ് ln k1. ln k2 മൈനസ് ln k1 ഈക്വൽ ടു ln a മൈനസ് ln a. ഒരു ടൈം അല്ലേ? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി അപ്പൊ ആ ടൈമിന്റെ ആവശ്യമില്ല. അടുത്ത ടൈം നോക്കിയേ, രണ്ടിലും മൈനസ് ea/r കോമൺ അല്ലേ? എങ്ങനെ എഴുതാം? മൈനസ് ea/r ഇൻടു എന്താ ബാക്കിയുള്ളത്? 1/T2 മൈനസ് 1/T1. ഇനി ഇതിനകത്ത് കെമിസ്ട്രി ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. കാര്യം മനസ്സിലായോ? അതായത് നമുക്ക് ഇക്വേഷൻ ഉണ്ട് ln k is equal to ln a plus minus ea/rt. ഈ ഇക്വേഷനകത്തേക്ക് രണ്ട് ടെമ്പറേച്ചർ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. ടെമ്പറേച്ചർ മാറും, എന്ത് മാറും? റെഡ് കോൺസ്റ്റന്റ് മാറും. കോൺസ്റ്റന്റുകൾക്കൊന്നും മാറ്റമില്ലാതെ പോലെ എഴുതി.
സംശയമുണ്ടോ? ആക്ടിവേഷൻ അത് ഇവിടെ മാറ്റം വരാത്തതിന് കാരണം ഒരു റിയാക്ടറിന്റെ കേസിൽ ആക്ടിവേഷൻ അത് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. ഒരു റിയാക്ഷന്റെ ആക്ടിവേഷൻ അത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് ഓർക്കുക. അപ്ലൈ ചെയ്തു, രണ്ട് ഇക്വേഷൻസ് കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. കുറെ ടൈം മൈനസ് ചെയ്യുക. ln_k2 മൈനസ് ln_k1. ഓക്കെ, ln മൈനസ് ln ഒരേ ടൈം അല്ലേ? മൈനസ് x 0 കിട്ടും. ഇത് രണ്ടിനും മൈനസ് e/r കോമൺ പുറത്തേക്ക് എഴുതി 1/T2 മൈനസ് 1/T1. ഇനി നമുക്കറിയാം എന്താ log a മൈനസ് log b എന്ന് പറഞ്ഞാൽ ഒരു ലോഗരിതമിക് റൂളാ. log a മൈനസ് log b. log a by b വളരെ സിമ്പിൾ ആണ്. ln k2 by k1 എന്ന് എഴുതാം ഈക്വൽ ടു മൈനസ് ea by r ഇൻടു അത് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൂടെ. അത് നമുക്കൊന്ന് എന്ത് ചെയ്യാം? LCM എടുത്ത് കൂടെ. എങ്ങനെ എഴുതാം? LCM എടുക്കുമ്പോൾ T1 T2 T1 മൈനസ് T2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. T1 T2 മൾട്ടിപ്ലൈ ചെയ്തു T1 മൈനസ് T2. നേരത്തെ അറിയാവുന്ന എളുപ്പം. ദാറ്റ് ഈസ് ln k2 by k1 ഈക്വൽ ടു മൈനസിനോട് ആദ്യം എഴുതി കൂടെ. എങ്ങനെ എഴുതാം? ea by r into T2 minus T1 by T1 T2. ഒരു കാര്യം മനസ്സിലായല്ലോ. മൈനസ് അകത്തേക്ക് ഒരു മൈനസ് T1 ഉം മൈനസ് ഇൻടു മൈനസ് എന്താകും? പ്ലസ് T2 ആവും. അപ്പൊ T2 മൈനസ് T1. നമുക്കറിയാം ഈ നാച്ചുറൽ ലോഗിനെ എങ്ങനെ കോമൺ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും? വളരെ സിമ്പിൾ ആണ്, പഠിച്ച കാര്യമാണ്. നാച്ചുറൽ ലോഗിനെ കോമൺ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 2.303 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്ന് ഓർക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? 2.303 log k2 by k1 equal to ea by r into t2 minus t1 by t1 t2 എന്ന് ഓർക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? log k2 by k1 equal to ഇതപ്പുറത്തേക്ക് എന്താകും? ഡിവൈഡ് ബൈ ആവില്ലേ? എങ്ങനെ എഴുതാം? ea by 2.303 r into T2 minus T1 by T1 T2 എന്ന് ഓർത്ത് വെച്ചിരിക്കുക. T2 minus T1 by T1 T2. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. log k2 by k1 equal to ea by 2.303 r into T2 minus T1 by T1 T2. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അറേഞ്ച് ഇക്വേഷൻ ആണെന്നാണ് ഇക്വേഷനിലേക്ക് എത്തിയത്. ആ സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ചേക്കുക. എന്താ അറേഞ്ച് ഇക്വേഷൻ? k equal to a into e raised to minus ea by rt ആണ് അറേഞ്ച് ഇക്വേഷൻ. ഓർമ്മ വേണം. നമ്മൾ എന്ത് ചെയ്തു? ആ ഇക്വേഷനിലേക്ക് log എന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ln k is equal to ln a plus minus ea by rt. ആ ഇക്വേഷനകത്തേക്ക് രണ്ട് ടെമ്പറേച്ചർ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് ആദ്യ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ലാസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടി? ഒരിക്കലും മറന്നു പോകരുത്. log k2 by k1 equal to ea by 2.303 r into t2 minus t1 by t1 t2 എന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് നോക്കിയത്. കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമതൊരു ഫാക്ടർ പഠിച്ചു, ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ് ഇതൊക്കെയാണ്. ആദ്യം പോയിന്റ് ഓർമ്മയുണ്ടാകും. as the temperature increases rate of reaction also increases. രണ്ടാമത്തെ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസേഷൻ ആണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് നിയർലി ഡബിൾഡ്. ഏകദേശം എന്തായി മാറും? ഡബിൾ ആയി മാറും. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ആൾസോ ഡബിൾഡ്. പിന്നെ പറഞ്ഞത് ഈ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയ്ക്ക് ടെമ്പറേച്ചറിലെ സ്വാധീനം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പറഞ്ഞ പേരാണെന്ന് തോന്നുന്നു അറേഞ്ച് ഇക്വേഷൻ. ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. k is equal to a into e raised to minus ea by rt എന്ന് ഓർക്കുക. അതിനെ നമ്മൾ log അപ്ലൈ ചെയ്തിട്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ എടുത്തിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തി. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. log k2 by k1 is equal to ea by 2.303 r into t2 minus t1 by t1 t2. അടുത്ത നോക്കേണ്ടത് ഇതുപോലെ ടെമ്പറേച്ചറിനെ പോലെ കോൺസെൻട്രേഷനെ പോലെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് കാറ്റലിസ്റ്റ്. എന്താണ് കാറ്റലിസ്റ്റ്? എന്താ കാറ്റലിസ്റ്റ്? മലയാളത്തിൽ ഉൾപ്രേരകം എന്ന് പറയും. എന്താ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഡെഫിനിഷനാണ് സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ കൂട്ടുന്ന സാധനങ്ങളെ കാറ്റലിസ്റ്റുകൾ എന്ന് പറയും.
The chemical substances which increases the rate of reaction without undergoing any chemical change, without undergoing any permanent chemical change. അതായത് പെർമനന്റ് ആയിട്ട് ഒരു കെമിക്കൽ ചേഞ്ചിനും വിധേയമാകാതെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്ന സാധനങ്ങളെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റുകൾ. അതുപോലെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കുറയ്ക്കുന്ന സാധനങ്ങളെ കാറ്റലിസ്റ്റ് എന്ന് പറയാറില്ല. അവ നമ്മൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. അവയെ നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമെന്ന് ഓർത്ത് വെച്ചിരിക്കുക. കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കുറയ്ക്കുന്ന സാധനങ്ങളെ, കെമിക്കലുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഹിബിറ്റേഴ്സ്. നമുക്ക് വേണ്ട സാധനം കാറ്റലിസ്റ്റ് ആണ്. എന്താ കാറ്റലിസ്റ്റ്? The chemical substances which increases the rate of reaction without undergoing any permanent chemical change. അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. യാതൊരുവിധ പെർമനന്റ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചിനും വിധേയമാകാതെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്ന സാധനങ്ങളാണ് എന്ത് സാധനം? കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരുപാട് കാറ്റലിസ്റ്റ് എന്താണ് ഫെമിലിയർ ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ കാറ്റലിസ്റ്റുകൾ എങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ മെത്തേഡാണ്. ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. ഓർത്ത് വെച്ചിരിക്കുക, കാറ്റലിസ്റ്റുകൾ എങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്നു? ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. അതായത് ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുകയാണ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. വളരെ പ്രധാനമാക്കുക, കാറ്റലിസ്റ്റ് എങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്നു? ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. അത് എങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഹൈ ജമ്പ് മത്സരം കേട്ടിട്ടുണ്ടാകും, അറിയല്ലോ ഹൈ ജമ്പ് മത്സരം. അതായത് ഒരു ക്രോസ് ബാർ ഉണ്ടാകും, അതിന് മേലൂടെ എന്ത് ചെയ്യണം? ജമ്പ് ചെയ്ത് പോകണം. ക്രോസ് ബാർ തട്ടിയിടാതെ പാസ് ചെയ്ത് പോകുന്ന ആൾ എന്ത് ചെയ്യും? വിജയിക്കും. അതാണ് ഹൈ ജമ്പ് മത്സരം. കേട്ടിട്ടുണ്ടാകുമല്ലോ, ഹൈറ്റ് ഉണ്ടാകും ബാറിന്. സപ്പോസ് നമുക്കിടയിൽ ഒരു ഹൈ ജമ്പ് മത്സരം നടക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു 10 പേര് പങ്കെടുക്കുന്നുണ്ട്. 10 പേര് പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഒരു PT മാഷ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഗ്രൗണ്ടിൽ മത്സരം നടക്കുകയാണ്, കാണികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാടേണ്ട ദൂരം 1.50 മീറ്റർ ആണെന്ന് വിചാരിക്കുക. 1.50 മീറ്റർ ആണ്. 10 പേരാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് 3 ചാൻസുകളുണ്ട്. അപ്പം കാണികളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഒന്നാമത്തെ ചാൻസ് എന്താണ്? ഓരോരുത്തരായി വരുന്നു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അടിയിൽ കൂടെ പോകുന്നു. ചില ആൾക്കാർ ക്രോസ് ബാർ ഇടിച്ചു മറിച്ചിടുന്നു. ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? ക്രോസ് ബാർ കടന്നു പോകുന്നില്ല. അധ്യാപകൻ നാണക്കേടായില്ലേ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അധ്യാപകൻ ഓരോ തവണ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോസ് ബാർ ഇടിച്ചിടുക. ആരും പാസ് ചെയ്ത് പോയില്ല. 10 പേര് ഒന്നും ഇത് ഫെയിലായി. സെക്കൻഡ് ചാൻസിലാണ് തയ്യാറെടുപ്പിക്കുക. ഓരോ പ്രാവശ്യം മറിച്ചിട്ട സമയത്തും ഈ അധ്യാപകൻ ക്രോസ് ബാർ എടുത്ത് വെക്കണം. അധ്യാപകൻ ചെയ്തൊരു കാര്യം, 10 പേരും പാസ്സായില്ലല്ലോ. അധ്യാപകൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1.50 ചാടണമായിരുന്നെ അധ്യാപകൻ 1.40 ആക്കി. ആര് പറഞ്ഞില്ല? കണ്ടുവിടുന്ന ആൾക്കാർ പറഞ്ഞില്ല, ചാടുന്ന നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചു പേര് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? രണ്ടാമത് ആൻസർ എന്ത് ചെയ്യും? 1.40 ചാടിയ പോലെ ചാടി കടന്നു പോകും. ഇതാണ് കാറ്റലിസം ചെയ്യുന്നത്. നമുക്ക് ചാടേണ്ട എനർജി ബാരിയറിനെ, റിയാക്ടറിന് വേണ്ട എനർജി എന്ത് ചെയ്യും? കുറച്ചു കൊടുക്കും. അപ്പൊ കൂടുതൽ റിയാക്ഷൻ മോളിക്യൂൾ എന്തായി മാറും? പ്രോഡക്റ്റ് ആയി മാറും. റിയാക്ഷന്റെ വേഗത കൂടും. ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ടീച്ചറാണ്, PT ടീച്ചറാണ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റ് ഒരിക്കലും ആരെ സ്വാധീനിക്കില്ല? റിയാക്ടറിനെ സ്വാധീനിക്കില്ല. കുട്ടികൾക്ക് ഗ്ലൂക്കോസ് വാങ്ങിച്ചു കൊടുക്കുകയോ അടി കൊടുക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും തന്നെ ചെയ്തില്ല. എന്താ ചെയ്തത്? അവർക്ക് ചാടിക്കിടക്കേണ്ട എനർജി ബാരിയർ എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. കൂടുതൽ പേര് കൂടുതൽ റിയാക്ടർ എന്തായി മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി. കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടി. ഇനിയും വേണമെങ്കിൽ എക്സാമ്പിൾ പറയാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്കൂളിൽ ഒരു എക്സാം കഴിഞ്ഞ് ടീച്ചർ പേപ്പറുമായി വരികയാണ്. നമുക്ക് കെമിസ്ട്രി പരീക്ഷ എന്ന് വിചാരിക്കാം. കെമിസ്ട്രി ടോട്ടൽ മാർക്ക് 60 ആണ് നമുക്കറിയാം. ജയിക്കണമെങ്കിൽ 18 മാർക്ക് വേണമെന്ന് നമുക്കറിയാം. ടീച്ചർ പേപ്പർ എടുത്ത് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. 60 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ജയിച്ചവരുടെ എണ്ണം വെറും 6 മാത്രമാണ് ജയിക്കുക. 6 പേര് മാത്രമേ 18 മേൽ മാർക്ക് വാങ്ങി ജയിച്ചുള്ളൂ. ടീച്ചർ നാണക്കെടല്ലേ? പുറത്തു പറയാൻ കഴിയുമോ? അപ്പൊ ടീച്ചർ വിചാരിച്ചു എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ടീച്ചർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടീച്ചർ ആ ഒരു മാർക്കില് വളരെ വിശദമായി പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 18 മാർക്കിന് മുകളിൽ വാങ്ങി ജയിച്ചവരുടെ എണ്ണം 6 മാത്രം. പക്ഷേ 15നും 18നും, ദാറ്റ് ഈസ് 15, 16, 17 ഈ മാർക്കുള്ള ഒരു 37ഓളം പേര് ആ ക്ലാസ്സിലുണ്ട്. അപ്പൊ ടീച്ചറുടെ ഐഡിയ വന്നു. ടീച്ചർ ക്ലാസ് ഒന്ന് പറയുകയാണ്, പേപ്പർ സാർ ടീച്ചർ പറയുകയാണ്, നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് 15 നമുക്കറിയാം എത്ര വേണ്ടത്? 18. അപ്പൊ ടീച്ചർ പറയാണ് ജയിക്കാൻ വേണ്ട മാർക്ക് എത്ര മതി? 15 മതി. അപ്പൊ എത്ര പേര് ജയിച്ചു?
നേരത്തെ 6 പേര് ഓൾറെഡി പാസ്സാണ്, 37+6 43 ജയിച്ചില്ലേ, വളരെ മാന്യമായ റിസൾട്ട് ആയില്ലേ. ടീച്ചർ എന്താ ചെയ്തത്? കുട്ടികൾക്ക് മാർക്ക് ഒന്നും കൊടുത്തു ഇല്ല, കുട്ടികൾക്ക് വേറെ തിരുത്തി മാർക്ക് കൊടുത്തു ഒന്നും ചെയ്തില്ല. ചെയ്തൊരു കാര്യം മാത്രമാണ് അവർ ക്രോസ് ചെയ്യേണ്ട 18 എന്നുള്ളത് എത്രയായി കുറച്ചു? 15 കുറച്ചു. കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടിയില്ലേ? ഇതാണ് കാറ്റലിസ്റ്റ്. ഇവിടെ ടീച്ചറാണ് കാറ്റലിസ്റ്റ്. അപ്പൊ എന്താ കാറ്റലിസ്റ്റ് ചെയ്യുന്ന മാർഗം? എന്താ? ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ വേഗത കൂട്ടുകയാണ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഒരു കെമിക്കൽ റിയാക്ഷന് എനർജിയുടെ ടേം നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഗ്രാഫാണ്. ഓരോ ടേമും നമുക്കറിയാം. എക്സ് ആക്സിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, y ആക്സിൽ എനർജി, ഇത് എനർജി ഓഫ് റിയാക്ടന്റ്, എനർജി ഓഫ് പ്രോഡക്റ്റ്. റിയാക്ടന്റേക്കാൾ എനർജി കുറവായിരിക്കണം, പ്രോഡക്റ്റ് എനർജി കുറവായിരിക്കണം. റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ട എനർജി ത്രെഷോൾഡ് എനർജി അല്ലേ? അപ്പം റിയാക്ഷൻ അത്ര എനർജി ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ എനർജി ഗെയിൻ ചെയ്യേണ്ടി വരും. അതാണ് എന്തോ സാധനം? ആക്ടിവേഷൻ എനർജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കാറ്റലിസ്റ്റ് ഒന്നും ഇല്ല. വിത്തൗട്ട് കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ഇല്ലാതെ ഒരു റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ റിയാക്ഷന്റെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ട് ഗ്രാഫ്, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്ന ഗ്രാഫ് വിത്ത് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ എനർജിക്ക് മാറ്റമൊന്നുമില്ല, പ്രോഡക്റ്റ് എനർജിക്ക് മാറ്റമില്ല. പക്ഷെ എന്ത് കുറയും? ആക്ടിവേഷൻ എനർജി കുറച്ചു കൊടുക്കും. നേരത്തെ ഇത്രയും ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിലേ ആ റിയാക്ഷൻ എന്തായി മാറുള്ളൂ? പ്രോഡക്റ്റ് ആയി മാറുള്ളൂ. ഇപ്പൊ കാറ്റലിസ്റ്റ് എന്നപ്പോൾ എന്താ ചെയ്തത്? ആക്ടിവേഷൻ എനർജി കുറച്ചു കൊടുത്തു. ഇത്രയും ആക്ടിവേഷൻ എനർജിയിൽ എല്ലാ റിയാക്ഷനുകളും പ്രോഡക്റ്റ് ആയി മാറും. റിയാക്ഷന്റെ വേഗത കൂടും. മനസ്സിലാക്കുക, കാറ്റലിസ്റ്റ് എങ്ങനെയാ റിയാക്ഷന്റെ വേഗത കൂട്ടുക? ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂട്ടുകയാണ് ആര് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഓർത്തുവയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഈ കാറ്റലിസ്റ്റിന്റെ ക്യാരക്ടേഴ്സ്. കാറ്റലിസ്റ്റിന് കുറച്ച് പ്രത്യേകതകൾ, അത് എന്തൊക്കെയാണ് കാറ്റലിസ്റ്റിന്റെ പ്രത്യേകതകൾ? ഒന്നാമത്തെ കാര്യം പറയുന്നത് a small amount of catalyst can catalyze a large amount of reactants. അതായത് ഒരുപാട് എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ എന്ത് മതിയാകും? കാറ്റലിസ്റ്റ് മതിയാകും. അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം കാറ്റലിസ്റ്റ് ഈസ് ഹൈലി എഫിഷ്യന്റ്. എഫിഷ്യൻസി വളരെ കൂടിയ സാധനമാണ്. എന്തോ സാധനം? കാറ്റലിസ്റ്റ്. എഫിഷ്യൻസി വളരെയധികം കൂടുതലാണ്. വളരെ കുറച്ച് കാറ്റലിസ്റ്റ് മതിയാകും. ഒരുപാട് കെമിക്കൽ റിയാക്ഷന്റെ വേഗത നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും? ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എഫിഷ്യന്റ് എന്ന് ഓർക്കുക. A small amount of catalyst can catalyze a large amount of reactants. സെക്കൻഡ് ക്യാരക്ടർ പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ മാത്രമേ ഇൻക്രീസ് ചെയ്യിപ്പിക്കാറുള്ളൂ. ആരെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാറില്ല? നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാറില്ല. A catalyst increases speed of only spontaneous chemical reaction. സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ മാത്രമേ ആര് ഇൻക്രീസ് ചെയ്യിപ്പിക്കാറുള്ളൂ? കാറ്റലിസ്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാറുള്ളൂ. ആരുടെ വേഗത ഇൻക്രീസ് ചെയ്യിപ്പിക്കാറില്ല? നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാറില്ല എന്ന് ഓർക്കുക. ദെൻ അടുത്ത മൂന്നാമത്തെ ക്യാരക്ടർ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് അതിന്റെ ഫ്രീ എനർജിക്ക് മാറ്റം ഉണ്ടാകില്ല. Catalyst does not change the free energy of a chemical reaction. The catalyst does not change the free energy of a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ആ റിയാക്ഷന്റെ ഫ്രീ എനർജിക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല എന്ന് ഓർക്കുക. നാലാമത്തെ ക്യാരക്ടർ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് ഒരിക്കലും ഇക്വിലിബ്രിയത്തിലും മാറ്റം ഉണ്ടാകില്ല. എവിടെ മാറ്റം ഉണ്ടാകില്ല? ഇക്വിലിബ്രിയത്തിലും മാറ്റം ഉണ്ടാകില്ല. പക്ഷേ ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും ഒരുപോലെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇക്വിലിബ്രിയം വളരെ വേഗം ഗെയിൻ ചെയ്യാൻ സഹായിക്കും, അറ്റൈൻ ചെയ്യാൻ സഹായിക്കും, കാറ്റലിസ്റ്റ് സഹായിക്കും. ഇത് നാലുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാറ്റലിസ്റ്റ്. ഒരിക്കൽ ഞാൻ പറയാം. ഒന്ന്, a small amount of catalyst can catalyze a large amount of reactants. That is, catalyst is highly efficient എന്ന് ഓർക്കുക. എഫിഷ്യൻസി വളരെ കൂടുതൽ എന്ന് ഓർക്കുക. രണ്ടാമത്തെ ക്യാരക്ടർ പറയുന്നത് ഈ കാറ്റലിസ്റ്റ് ആരുടെ വേഗത മാത്രമേ കൂട്ടാറുള്ളൂ? സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷന്റെ വേഗത മാത്രമേ കൂട്ടാറുള്ളൂ. അപ്പൊ ആരുടെ കൂട്ടില്ല? നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷന്റെ വേഗത ഇൻക്രീസ് ചെയ്യിപ്പിക്കില്ല. A catalyst increases speed of only a spontaneous chemical reaction but not non-spontaneous. അടുത്തത്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ
കാറ്റലിസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് ആർക്ക് മാറ്റം ഉണ്ടാകില്ല? അതിന്റെ ഫ്രീ എനർജിയിൽ മാറ്റം ഉണ്ടാകില്ല. A catalyst does not change the free energy of a chemical reaction. അതുപോലെ ആർക്ക് മാറ്റം ഉണ്ടാക്കില്ല? ഇക്വിലിബ്രിയത്തിന് മാറ്റം ഉണ്ടാക്കില്ല. A catalyst does not change the equilibrium of a reaction. പക്ഷെ ഓർക്കേണ്ട പോയിന്റ്, ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും ഒരുപോലെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇക്വിലിബ്രിയം വളരെ വേഗം അറ്റൈൻ ചെയ്യാൻ സഹായിക്കും കാറ്റലിസ്റ്റ് സഹായിക്കും. A catalyst does not change the equilibrium of a reaction, but it helps to maintain equilibrium faster by increasing forward reaction and backward reaction in equal extent എന്ന് ഓർത്തു വയ്ക്കുക. ഇത് നാലുമാണ് characteristics of catalyst. ഈ കാറ്റലിസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി അറിയണം. ഈ കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ, കാറ്റലിസ്റ്റിന്റെ പ്രവർത്തനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി ഉണ്ട്, ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ തിയറി എന്ന് പറയും. ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്നോ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ തിയറി എന്നോ പറയും. ജസ്റ്റ് ഞാൻ ഉദാഹരണം വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞു തരാം. സപ്പോസ് റിയാക്ഷൻ നോക്കുക. എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ബി എന്ന് പറയുന്ന മറ്റൊരു റിയാക്ടന്റുമായി റിയാക്ട് ചെയ്യുന്നു. നമുക്ക് എ ബി എന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഇവിടുത്തെ കാറ്റലിസ്റ്റ് സി ആണ് വിചാരിക്കുക. ഈ റിയാക്ഷന്റെ മെക്കാനിസം, കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ എന്താണെന്ന് നമുക്ക് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മെക്കാനിസം ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാലും മതി. കാറ്റലിസ്റ്റിന്റെ ആക്ഷന്റെ മെക്കാനിസം ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായും രണ്ട് സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു റിയാക്ടന്റ് ഏതോ ആയിക്കോട്ടെ, എ എങ്കിൽ എ, ബി എങ്കിൽ ബി, ഏതെങ്കിലും ഒരു റിയാക്ടന്റ് ഇവിടുത്തെ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു റിയാക്ടന്റ് കാറ്റലിസ്റ്റ് ഇന്റർമീഡിയറ്റിനെ ഫോം ചെയ്യും. അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്, എനർജി വളരെ കൂടുതലായിരിക്കും. അത് നമ്മൾ സ്റ്റാറിൽ സൂചിപ്പിച്ചിരിക്കുക. എനർജി വളരെ കൂടുതലാണ്, സാധനം ഹൈലി അൺസ്റ്റേബിൾ ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇപ്പൊ നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? റിയാക്ടന്റ് കാറ്റലിസ്റ്റ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ റിയാക്ടന്റ് കാറ്റലിസ്റ്റ് ഇന്റർമീഡിയറ്റ് സെക്കൻഡ് റിയാക്ടന്റുമായി റിയാക്ട് ചെയ്യും. കാരണം ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്, എനർജി വളരെ കൂടുതലാണ്. അടുത്ത റിയാക്ടന്റുമായി റിയാക്ട് ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റും ഒപ്പം കാറ്റലിസ്റ്റും ഉണ്ടാകും. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിച്ച കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്തില്ലേ? ഇതാണ് അതിന്റെ മെക്കാനിസം. ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ തിയറി എന്നും പറയാറുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് സാധനം ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി. രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മുടെ ഒരു റിയാക്ടന്റ് കാറ്റലിസ്റ്റുമായി റിയാക്ട് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. റിയാക്ടന്റ് കാറ്റലിസ്റ്റ് ഇന്റർമീഡിയറ്റ് അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്, എനർജി വളരെ കൂടുതലാണ്. സെക്കൻഡ് സ്റ്റെപ്പില് ആ ഇന്റർമീഡിയറ്റ് അടുത്ത റിയാക്ടന്റുമായി റിയാക്ട് ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കാറ്റലിസ്റ്റ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാറ്റലിസ്റ്റ് ഫാക്ടിനകത്തേക്ക് ഓർത്ത് വെച്ചേക്കണം. എന്താണ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് എങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്നു? ദെൻ മനസ്സിലാക്കേണ്ട കാര്യം ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറ്റലിസ്റ്റിന്റെ ക്യാരക്ടേഴ്സ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അതിന്റെ ഒരു മെക്കാനിസവും കാറ്റലിസ്റ്റിന്റെ ആക്ഷന്റെ മെക്കാനിസവും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ കാറ്റലിസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് ഇനി നോക്കേണ്ട ടേം എന്ന് പറഞ്ഞാൽ കൊളീഷൻ തിയറിയാണ്. ഇതാ സാധനം കൊളീഷൻ തിയറി. എന്താണ് ഈ കൊളീഷൻ തിയറി എന്നുള്ളത്? വാട്ട് ഈസ് ദി കൊളീഷൻ തിയറി? വളരെ സിമ്പിൾ ആണ്. എന്താണ് കൊളീഷൻ തിയറി എന്നത്? നിങ്ങൾ ഹൈസ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കൊളീഷൻ തിയറി ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡ്യൂ ടു ദി simultaneous and effective collision between the reactant molecules. റിയാക്ഷൻ മോളിക്യൂളുകൾ തമ്മിലുള്ള സൈമൾട്ടേനിയസ് നിരന്തരവും ഇഫക്റ്റീവ് ഫലപ്രദവുമായ കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കൊളീഷൻ തിയറി പറയുന്നത്. എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡ്യൂ ടു ദി സൈമൾട്ടേനിയസ് ആൻഡ് ഇഫക്റ്റീവ് കൊളീഷൻ. A chemical reaction is due to the simultaneous and effective collision between the reactant molecules. ഓർത്തു വെച്ച് അവിടെ ഒരു ടേം ഉണ്ട്, simultaneous and effective collision. എന്താണ് effective collision? കാര്യം മനസ്സിലാക്കുക. ഒരു കൊളീഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഒബേ ചെയ്യണം. ഒന്ന്, അവിടെ കൊളൈഡ് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്യൂളിന് മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാകണം. എന്തുണ്ടാകണം?
മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാകണം. അതായത് മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉള്ള റിയാക്ടന്റുകൾ കൊളൈഡ് ചെയ്താലേ ആ കൊളിഷൻ എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. നമ്മൾ പഠിച്ച ടൈമാണ് ആ എനർജികൾ എന്തോന്ന്, ത്രെഷോൾഡ് എനർജി. ദാറ്റ് ഈസ് ത്രെഷോൾഡ് എനർജി ഉള്ള റിയാക്ടന്റ് മോളിക്യൂൾ കൊളൈഡ് ചെയ്താലേ കൊളിഷൻ എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, അവിടെ കൊളൈഡ് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്യൂളിന് പ്രോപ്പർ ആയിട്ട് ഒരു ഓറിയന്റേഷൻ വേണം. എന്ത് വേണം, പ്രോപ്പർ ആയിട്ട് എന്ത് വേണം, ഒരു ഓറിയന്റേഷൻ വേണം എന്ന് കൂടെ ഓർക്കുക. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ഒബേ ചെയ്താലേ കൊളിഷൻ എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. ഓർക്കുക, കൊളിഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ അവിടെ കൊളൈഡ് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്യൂൾ രണ്ട് കണ്ടീഷൻസ് ഒബേ ചെയ്യണം. ഒന്ന്, മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാകണം. രണ്ട്, പ്രോപ്പർ ആയ ഓറിയന്റേഷൻ ഉണ്ടാകണം. ഇനി മിനിമം എമൗണ്ട് ഓഫ് എനർജിയെ കുറിച്ച് പറഞ്ഞു. എന്താ സാധനം, ത്രെഷോൾഡ് എനർജി. ഈ പ്രോപ്പർ ഓറിയന്റേഷൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ജസ്റ്റ് ഒന്ന് നോക്കൂ. നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ഈ സാധനം ഒരു ക്ലോറോ മീഥൈൻ, നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന റിയാക്ഷൻ ആണ് ക്ലോറോ മീഥൈൻ. ആ ക്ലോറോ മീഥൈനിലെ ക്ലോറിനെ മാറ്റിയിട്ട് OH- നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ. ക്ലോറിനെ മാറ്റി പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, OH- റിയാക്ഷൻ ആണെന്ന് മനസ്സിലാകും. ക്ലോറിനെ മാറ്റി ആരെ വെച്ചിരിക്കുക, OH- ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. മലയാളത്തിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. Cl നെ മാറ്റി പോലെ ആര് വരട്ടെ, OH വരട്ടെ. വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം, നമുക്ക് എന്താ ചെയ്യേണ്ടത്, Cl- മാറ്റി അവിടെ ആര് വരണം, OH- വരണം. പോകേണ്ട ആള് മൈനസ്, വരുന്ന ആള് മൈനസ്. അതായത് ഈ OH- ഫ്രണ്ടിൽ കൂടെ വന്നാൽ പോകുന്ന ആളാ Cl-. അവർ നമ്മൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, ജസ്റ്റ് ബൗൺസ് ബാക്ക്, വന്ന് ഇടിച്ച് തിരികെ പോകും. അവിടെ എന്ത് കിട്ടില്ല, പ്രോഡക്റ്റ് നമുക്ക് കിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റിയാക്ഷൻ എന്താണ്, Cl മാറ്റി പകരം അവിടെ ആര് വരണം, OH-. ഈ OH- ഫ്രണ്ടിൽ കൂടെ വന്നാൽ സംഭവിക്കും, Cl- ആയിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ബൗൺസ് ബാക്ക്, ഇടിച്ച് തിരികെ പോകും. അവിടെ എന്ത് നടക്കില്ല, റിയാക്ഷൻ നടക്കില്ല, പ്രോഡക്റ്റ് നമുക്ക് കിട്ടില്ല. ഈ റിയാക്ഷനിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ OH- ഇവിടെ കൂടെ വരണം, പുറകിൽ കൂടെ വരണം. ഇവിടെ ആവുമ്പോൾ എന്താണ്, കാർബൺ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ബോണ്ട് ചെയ്യാൻ പറ്റുകയും നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും, പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും എന്ന് ഓർത്ത് വച്ചേക്കുക. Cl- എലിമിനേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ, റിയാക്ടന്റ് മോളിക്യൂൾ തമ്മിൽ ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ടന്റ് മോളിക്യൂൾ ജസ്റ്റ് ബൗൺസ് ബാക്ക്, ഇടിച്ച് തിരികെ പോകുമെന്ന് ഓർത്ത് വെക്കുക. കൊളിഷൻ ഇഫക്റ്റീവ് ആകേണ്ട കണ്ടീഷൻ എന്തൊക്കെയാണ്, ഒന്ന്, മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. രണ്ട്, പ്രോപ്പർ ഓറിയന്റേഷനും വേണമെന്ന് ഓർക്കുക. ഇനി ഈ റിയാക്ടന്റ് മോളിക്യൂളിനെ പ്രോപ്പർ ഓറിയന്റേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമിന് പറയുന്ന പേരാണ്, ജസ്റ്റ് ടേം മാത്രം, പ്രോബബിലിറ്റി ഫാക്ടർ. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേര് സ്റ്റെറിക് ഫാക്ടർ എന്ന് പറയും. പ്രോബബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എന്ത് പറയും, സ്റ്റെറിക് ഫാക്ടർ എന്ന് പറയും. സൂചിപ്പിക്കുന്ന ലെറ്റർ P. റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ പ്രോപ്പർ ഓറിയന്റേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് പ്രോബബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റെറിക് ഫാക്ടർ എന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഒരു ടേം കൂടെ നമുക്ക് നോക്കണം. എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി? എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി? വേർഡ് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും, എന്താ ഫ്രീക്വൻസി? നമ്മൾ ഒരുപാട് ഫിസിക്സിലൊക്കെ പഠിച്ചൊരു ടേം ആണ് ഫ്രീക്വൻസി, അല്ലെ? എന്താ ഫ്രീക്വൻസി? ഫ്രീക്വൻസി സിംപിളി മീൻസ് നമ്പർ, അല്ലെ? ഫ്രീക്വൻസി ലെറ്റർ ആരെ സൂചിപ്പിക്കും? നമ്പറിനെ സൂചിപ്പിക്കും. അപ്പൊ എന്താ കൊളീഷൻ ഫ്രീക്വൻസി? നമ്പർ ഓഫ് കൊളീഷൻസ്. എന്താ സാധനം? നമ്പർ ഓഫ് കൊളീഷൻസ്. വളരെ വ്യക്തമായി പറയാം, കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. The collision frequency, number of collisions per second per unit volume of the reaction mixture. മറന്നു പോകരുത്, എന്താ collision frequency? Number of collisions per second per unit volume of the reaction mixture is called collision frequency. Represent letter എന്താണ്? Z. ഞാൻ ഇനി റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. A plus B gives പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായ റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, റേറ്റ് ഈക്വൽ ടു ZAB into E raised to
മൈനസ് ഇ എ ബൈ ആർ ടി ആണെന്ന് ഓർക്കുക. ഓരോ ടേം അറിയാം. ഇസഡ് എ ബി എന്ന സാധനം എന്താ? കൊളീഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ദ റിയാക്ടൻസ് എ ആൻഡ് ബി. ഈ എക്സ്പോണൻഷ്യൽ ഇ എന്താ? ആക്ടിവേഷൻ എനർജി, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. വേണമെങ്കിൽ കൊളീഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ നമുക്ക് എന്തുകൂടെ ചേർക്കണം? പ്രോപ്പർ ഓർഗനൈസേഷനെ കുറിച്ച് പറയണ്ടേ? അതിന് ഉപയോഗിക്കുന്ന ടേം എന്താ? പ്രോബബിലിറ്റി ഫാക്ടർ. അത് കൂടെ ഉൾപ്പെടുത്തി വേണം ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? റേറ്റ് ഈക്വൽ ടു പി ഇൻറ്റു ഇസഡ് എ ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് എഴുതാം എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് ഓർക്കുക, എന്താണ് പ്രോബബിലിറ്റി ഫാക്ടർ എന്നും ഓർക്കുക. അത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് റിയാക്ഷൻ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇസഡ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇവിടെ പി എന്താ? പ്രോബബിലിറ്റി ഫാക്ടർ. ഇസഡ് എന്താ? കൊളീഷൻ ഫ്രീക്വൻസി. ബാക്കി ടേമുകളൊക്കെ പറയാം, കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ കൊളീഷൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ സ്വാധീനിക്കുന്ന എല്ലാ ഫാക്ടറിനെയും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുന്നു? കൊളീഷൻ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുന്നു? കൊളീഷൻ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്രഷർ കൂടുമ്പോൾ എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുന്നു? കൊളീഷൻ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സർഫസ് ഏരിയ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷന്റെ വേഗത എന്തുകൊണ്ട് കൂടുന്നു? കൊളീഷൻ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് മെറിറ്റുള്ള തിയറിയാണ് സാധനം കൊളീഷൻ തിയറി. ആ മെറിറ്റുകൾക്കൊപ്പം ഈ കൊളീഷൻ തിയറിക്ക് ഒരു ഡീമെറിറ്റ് കൂടെ ഉണ്ട് എന്ന് നോക്കുക, ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് നോക്കുക. പഠിക്കേണ്ട സാധനം ഡ്രോബാക്ക് ഓഫ് കൊളീഷൻ തിയറി. ഒരു ഡ്രോബാക്കോട് കൊളീഷൻ തിയറിക്ക് പറയുന്നുണ്ട്. ഈ കൊളീഷൻ തിയറിയിൽ എല്ലാ റിയാക്ടന്റുകളെയും ഹാർഡ് സ്ഫിയറുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ചെയ്യുന്നു ഓൾ റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ കൺസിഡർഡ് ആസ് ഹാർഡ് സ്ഫിയേഴ്സ്. ഈ കൊളീഷൻ തിയറിയിൽ എല്ലാ റിയാക്ടന്റ് മോളിക്യൂളുകളും നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? ഹാർഡ് സ്ഫിയറുകൾ, കട്ടിയുള്ള ഗോളങ്ങളായി കൺസിഡർ ചെയ്യുന്നു. റിയാക്ടന്റ് മോളിക്യൂൾ എല്ലാം കട്ടിയുള്ള ഗോളങ്ങളാണ്. PSEPR തിയറി പഠിച്ച് നമ്മൾ അതൊരിക്കലും അംഗീകരിക്കില്ല. എല്ലാ റിയാക്ടന്റും എല്ലാ മോളിക്യൂളിനും അതിൻ്റെതായ ജോമെട്രി ഉണ്ട്. എല്ലാം ഹാർഡ് സ്ഫിയറുകളല്ല. PSEPR തിയറി പഠിച്ച ആൾക്കാരായ നമുക്കറിയാം ഓരോ റിയാക്ടന്റിനും അല്ലെങ്കിൽ ഓരോ മോളിക്യൂളിനും അതിൻ്റെതായ ജോമെട്രി ഉണ്ട്, അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ കുറിച്ച് നാം ആരും കൺസിഡർ ചെയ്യുന്നില്ല, കൊളീഷൻ തിയറി കൺസിഡർ ചെയ്യുന്നില്ല. ഇതാണ് കൊളീഷൻ തിയറിയുടെ പോരായ്മ എന്ന് പറയുന്നത്. അതായത് ഇൻ കൊളീഷൻ തിയറി ഓൾ റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ കൺസിഡർഡ് ആസ് ഹാർഡ് സ്ഫിയേഴ്സ്. എല്ലാ റിയാക്ടന്റ് മോളിക്യൂളും എന്താണ്? കട്ടിയുള്ള ഗോളങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കൊളീഷൻ തിയറി. It does not consider the structural features of the reactant molecule. Reactant molecule structural features ne kuറിച്ച് ആരും കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. കൊളീഷൻ തിയറി കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഇതാണ് കൊളീഷൻ തിയറിയുടെ പോരായ്മയായി പറയുന്നത് എന്ന് ഓർത്തു വെച്ചേക്കുക. നമ്മുടെ +2 സിലബസിൽ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ ഇത്രയധികം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ രസകരവും വളരെ മനോഹരമായ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. വളരെ ഭംഗിയായി പഠിക്കുക, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, ഡെറിവേഷൻസ് ഒക്കെ എഴുതി പഠിക്കണം, ടേമുകളൊക്കെ വളരെ കൃത്യതയോടെ വായിച്ച് പഠിക്കുക, ഡൗട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.